നിങ്ങൾക്കറിയാമോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളയിലാണ്. എൻജോയ്മെൻറ്റ് സ്ഥലമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഇവിടെ വന്ന് നോക്കാം. ബൈ. നമ്മൾ സൂയിൽ നിന്ന് നേരെ വന്നത് വേളിയിലേക്കാണ്, വേളി ബീച്ചിലേക്കാണ്. അപ്പോൾ വേളിയിലുള്ള വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വേളി വന്നിറങ്ങിയിട്ട് ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി. അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. പിന്നെ മോക്ക് എന്നോടുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങളിൽ കാണുന്നത്. പിന്നെ ഞാൻ എല്ലാവരും ഡെനീഫയൊക്കെ വിളിച്ചിട്ട് ഒരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. ചേട്ടൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നു. നമ്മൾ വേളിയിൽ മിക്കപ്പോഴും വരുന്നതാണ്. വെട്ടുകാട് വരുമ്പോൾ വേളിയിൽ വരും, ശംഖുമുഖം പോവും. പിന്നെ ഇവർ രണ്ടുപേരും വേളിയിൽ ഇതുവരെയും വന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ടും അവളുടെ മകളും ഇതുവരെയും വേളിയിൽ വന്നിട്ടില്ല. അപ്പോൾ അവരെ കൂടെ വേളിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മൾ വന്ന പാടെ നേരെ വന്നത് ഈ കായലിലേക്കാണ്. സ്പീഡ് ബോട്ട് പോകുന്നത് കണ്ടു. എന്താ സ്പീഡെന്നറിയാമോ? പിള്ളേർക്കൊക്കെ കയറണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വെള്ളം എന്ന് പറയുന്നത് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ കുളം, കായൽ അങ്ങനെ ഒന്നും ഇറങ്ങാറില്ല. നമ്മൾ എടത്വപ്പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ എടത്വപ്പള്ളിയിൽ നമ്മൾ കുളിച്ചിട്ടല്ലേ കയറാനുള്ളത്. അപ്പോൾ അവിടെ കായലോ ആറാങ്ങണ്ടോ ഇല്ലേ. അപ്പോൾ അവിടെ ആ കായലിലും ഞാൻ ഇറങ്ങി കുളിക്കാറില്ല. മഗ്ഗിട്ട് കോരിയൊക്കെയാണ് കുളിക്കുന്നത് ഒക്കെ. അപ്പോൾ എനിക്ക് വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഒരു തടിപ്പാലത്തിൻ്റെ പുറത്ത് ചവിട്ടിയാണ്. അതായത് കടലും കായലും ചേരുന്ന ഇടത്തിന് സമീപമുള്ള ഒരു പാലമാണ്. അതായത് നമ്മൾ ഈ പൂന്തോട്ടത്തിൽ നിന്നും, വേളി പൂന്തോട്ടത്തിൽ നിന്നും ബീച്ചിലേക്ക് പോകാനുള്ള ഒരു പാലം. അപ്പോൾ ഈ പാലത്തിൽ കൂടി നടക്കാനായിട്ട് ഡെനീഫയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ ഈ ഫിറ്റായി നടക്കുന്ന ആൾക്കാർ നടക്കില്ലേ, അതുപോലെ തോന്നും. ഡെനീഫ എല്ലാവരും കൂടെ കളിയാക്കുവാണ്, നടക്കാൻ അറിയില്ല എന്നും പറഞ്ഞ്. പിന്നെ നമ്മൾ സ്ഥിരം വരുമ്പോൾ എപ്പോഴും ഇരിക്കാനുള്ള പാർക്കിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇടതു ഭാഗത്ത് ആ കുട്ടികളൊക്കെ കളിക്കുന്നില്ലേ, അവിടെ പാർക്കാണ്. ഊഞ്ഞാലാടാൻ സാധിക്കും, പിന്നെ കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോ കാണാമേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.